ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഇന്നൊരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാറ്റഗറിയാണ് ഹോൾ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുർത്ത സെറ്റ് ആണ് കേട്ടോ. കുർത്ത സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ദുപ്പട്ട കൂടി ഉൾപ്പെടുന്ന ഫെസ്റ്റിവൽ വെയേഴ്സ് ആയിട്ടുള്ള കുർത്ത സെറ്റ്സിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ആയിട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചു വെച്ചിട്ട്, പക്ഷെ എനിക്ക് പറ്റില്ല. ഇതിനൊരു ടൈം എടുത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് മാത്രം ചെയ്യാതെ നീണ്ടുപോയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള കുർത്ത സെറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂസ്ഡ് റിവ്യൂ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഞാൻ അത്യാവശ്യം കുറേ കാലമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി, കാരണം പൊതുവേ മീഷോന്ന് അഫോർഡബിൾ കുർത്ത സെറ്റ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ക്വാളിറ്റി ഉണ്ടാവോ, എത്ര കാലം കിട്ടും, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം അതിനുള്ള ഒരു ആൻസർ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതോട് കൂടിയിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ഒട്ടും തന്നെ ടൈം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. പക്ഷെ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആൻഡ് ഫസ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറേ മുന്നേ, ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഈ ഒരു കുർത്തയ്ക്ക് ഉണ്ടാവും. അങ്ങനെയല്ല, ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പം അതൊന്നും നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഇതാണ് ഫസ്റ്റത്തെ കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് മുതലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ യോക്കിന്റെ ഭാഗത്ത് ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിസൈന്. നമ്മുടെ ഈ ഒരു ഫുൾ ഭാഗം കവേർഡ് ആയിട്ട് വരുന്ന രീതിക്കാണ് ഈ ഒരു ഡിസൈന് വരുന്നത്. പിന്നെ സ്ലീവ്സിന്റെ ഭാഗത്തായിട്ട് ഇതേപോലത്തെ ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സീക്വൻസ് പ്ലസ് ഒരു ത്രെഡിന്റെ വർക്ക് പോലെയാണ് കേട്ടോ വരുന്നത്. ആൻഡ് താഴോട്ട് ഫുൾ പ്ലെയിൻ ആണ്, പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഡിസൈനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് താഴ്ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കുർത്ത സെറ്റിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഗോൾഡൻ കളറിലുള്ള ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു വർക്ക് വരുന്നുണ്ട്. ഈ സെയിം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ സെയിം ത്രെഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കുർത്തയിൽ മൊത്തമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. വരുന്നത് ഒരു പാന്റ് ആണ് കേട്ടോ. പാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന പാന്റ് അല്ല, എന്നാൽ ഭയങ്കര എന്താ പറയാ പലാസോ പോലത്തെ ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല, ഒരു മീഡിയം രീതിക്കാണ് ഇതിന്റെ പാൻസ് വരുന്നത്. ഈ ഒരു വീതിയിൽ വരുന്നതാണ് കേട്ടോ. പലാസോ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല, കാരണം പലാസോ കുറച്ചും കൂടി ഒരു വീതി ഉണ്ടായിരിക്കും. ഇത് കറക്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പാൻസ് എങ്ങനെ നിൽക്കും ആ ഒരു രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇത്രയാണ് കേട്ടോ വീതി വരുന്നത്. നോർമൽ ഒരു പാൻസ് ആണ്. ആൻഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതാണ് ഇതുപോലത്തെ ഒരു ടൈപ്പ് ആണ് വരുന്നത്. ഇലാസ്റ്റിക് അല്ല, എന്താ പറയാ ഒരു പട്ട പോലത്തെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ. ആൻഡ് ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക്കും വരുന്നുണ്ട്, ബാക്ക് ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വലിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ദുപ്പട്ടയാണ് നെക്സ്റ്റ് കാണിച്ചിടാൻ വേണ്ടി പോകുന്നത്. ദുപ്പട്ട ഇതുപോലത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക ലേസ് പോലത്തെ ഒരു ഗോട്ടാപ്പട്ടി കൈൻഡ് ഓഫ് ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളറിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ വർക്കാണ്. ആൻഡ് ദുപ്പട്ടന്റെ വീതി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതിയും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ദുപ്പട്ട. ഷോൾ എന്ന് പറയുന്നത് ഒരു ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാവില്ല, നല്ല കുഴഞ്ഞു കിടക്കുന്ന അങ്ങനത്തെ ഒരു ഷാളാണ്. എനിക്ക് കൂടുതലും ഈ ഒരു കൈൻഡ് ഓഫ് ഷാളാണ് കൂടുതൽ ഇഷ്ടം. കാരണം കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ഷാളാകുമ്പോൾ ഇപ്പം അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എന്താ പറയുക ഒന്ന് എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെ ഒതുങ്ങി നിൽക്കാത്ത ടൈപ്പ് ഓഫ് ഷാൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഇതിന്റെ ഷാൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഷാൾ. പറയുമ്പോൾ ഞാൻ ഈ ഷാൾ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങുമ്പോൾ ഇതിന്റെ റേറ്റ്
എന്ന് പറയുന്നത് 653 റുപ്പീസ് ആയിരുന്നു കേട്ടോ. 653 എന്ന് പറയുന്നത് ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു റേറ്റിന് കിട്ടിയത്. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ അതിനേക്കാൾ 15 റുപ്പീസും കൂടെ കൂടും. അത് നിങ്ങൾക്ക് അറിയാം, മീഷോയിൽ നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു പ്രൈസിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-16 റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തതുകൊണ്ട് തന്നെ 653. എനിക്ക് തോന്നുന്നു ഇപ്പം അതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ട്രീയിൽ ബയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലിങ്ക് ട്രീ കാണാനായിട്ട് പറ്റും. അതിലും ഈ എല്ലാ കുർത്ത സെറ്റ്സിന്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള ഒരു എന്താ പറയാ കുർത്ത സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് പോർഷൻ വരുന്നത്. നെക്ക് പോർഷനിൽ ഇതുപോലത്തെ ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീളങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കുർത്ത സെറ്റിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഇറങ്ങിയിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത്. നല്ലൊരു എന്താ പറയാ സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ആൻഡ് ഇതിന്റെ കൈക്കൊന്നും പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് കുർത്ത സെറ്റ് ഓവറോളും പിന്നെ വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കുറച്ചൊന്ന് ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം. പ്ലെയിൻ ആണ് കേട്ടോ, വേറെ ഡിസൈനും കാര്യമൊന്നുമില്ല. ആകെ ഈ ഒരു യോക്കിന്റെ ഭാഗത്ത് വരുന്ന ഡിസൈന് മാത്രമാണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് വീഡിയോന്റെ സൈഡിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഞാൻ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഹാൻഡ്സ് വരുന്നത് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ചിക്കു കളർ പോലത്തെ ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് പാൻസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടാട്ടോ വരുന്നത്. നേരത്തെ പാൻസ് പോലെയല്ല വരുന്നത്, ഇങ്ങനെ ഫുൾ ഇലാസ്റ്റിക് ആണ്. ബാക്ക് പോർഷനിലും അതുപോലെ ഫ്രണ്ട് പോർഷനിലും ഇലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഇതിന് പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോക്കറ്റ് ഉള്ള കുർത്ത സെറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പാൻസിൽ വരുമ്പോൾ ഒറ്റ ഭാഗത്താട്ടോ വരുന്നത് പോക്കറ്റ്. ഒരു സൈഡിൽ ഇതുപോലൊരു പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു എന്താ പറയാ ഫോണൊന്നും മര്യാദയ്ക്ക് നിൽക്കുമോന്ന് അറിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുന്ന അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു പോക്കറ്റാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ പാൻറിന്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഇതേപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ഗോട്ടാപ്പട്ടി ലേസ് വർക്ക് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണുള്ളത്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ. സെയിം ആ ഒരു പാൻസിന്റെ കളറിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രേയിലോട്ട് പോകുന്ന ഒരു കളർ ആയിട്ടുണ്ട്. പക്ഷെ എക്സാക്ട് ഗ്രേ കളർ അല്ല, എന്നാലും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു അറ്റത്തായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ഡീറ്റെയിലിംഗ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് പോലെ. ഇപ്പൊ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്കാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ ദുപ്പട്ടേന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആവശ്യത്തിനുള്ളൊരു വീതിയും നീളമൊക്കെ വരുന്നുണ്ട്. വൺ സൈഡ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളം വീതിയൊക്കെ ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു ദുപ്പട്ടയാണ്. ആൻഡ് ദുപ്പട്ടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒതുക്കുള്ള ദുപ്പട്ടയല്ല. ഇതിന്റെ ക്ലോത്ത് കുറച്ചൊരു എന്താ പറയുക ഇങ്ങനെ റഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിങ്ങനെ ഒരു ബൊക്ക പോലെ അങ്ങനെയാണ് നിൽക്കുക. അപ്പൊ ഇത് വൺ സൈഡ് ഇടുമ്പോഴായിരിക്കും കുറച്ചൊന്ന് വൃത്തി ഉണ്ടാവുക. നമുക്ക് ഇങ്ങനെ ടു സൈഡ് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഫുൾ ആയിട്ട് ഒതുങ്ങി നിൽക്കാതെ ആയിരിക്കും ഈ ഒരു ദുപ്പട്ട ഉണ്ടാവുക. അത് മാത്രമാണ് എനിക്ക് ഇതിലൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് ദുപ്പട്ടന്റെ കാര്യത്തിൽ. ബാക്കി ക്ലോത്ത് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ്. അപ്പൊ ഈ ഒരു കുർത്ത സെറ്റിന്റെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് 418 രൂപയായിരുന്നു കേട്ടോ, ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്തപ്പോൾ. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 454-445 എന്തോ ആണ് ഇപ്പൊ റേറ്റ് വരുന്നത് കേട്ടോ. ആൻഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ. മീഡിയം സൈസ് എനിക്ക് ഓക്കെ ആയിരുന്നു. ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സ്മോൾ സൈസ് ഉണ്ടായിരുന്നില്ല. മീഷോയിൽ മിക്കവാറും കുർത്ത സെറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലത് മാത്രമാണ് സ്മോൾ സൈസ് ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മീഡിയം ഓക്കെ ആയിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ബാക്കി പാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിറ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ എടുക്കുകയായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് പിന്നെ ഈ ഒരു കുർത്ത സെറ്റിന്റെ എന്താ പറയാ ക്വാളിറ്റി ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച്
ഇതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് നോർമൽ ഹാൻഡ് വാഷ് തന്നെ ചെയ്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ക്ലോത്ത് ക്വാളിറ്റി ഒക്കെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര മോശമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു റേറ്റിന് 418 രൂപയ്ക്ക് അല്ലെങ്കിൽ 425 ഇപ്പൊ ഒരു 600 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങുകയാണെങ്കിൽ വേർത്താണ്. കാരണം ഇത്രയും ഡ്രസ്സ്, ഈ ഒരു ദുപ്പട്ടയും കുർത്തിയും അതുപോലെ തന്നെ പാൻസും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു റേറ്റിന് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിന് ഇത്ര റേറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച ക്ലോത്ത് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, ചിലപ്പം കിട്ടുമ്പോൾ അതായിരിക്കും ഈ ഒരു റേറ്റ് കുറവിനെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴും റേറ്റിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം ആ ഒരു 425 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ഞാൻ റേറ്റിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലിങ്കൊക്കെ ഞാൻ ലിങ്ക് ട്രീയിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു കുർത്ത സെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ച് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫെസ്റ്റിവൽ വെയേഴ്സ് ആയിട്ടും എന്താ പറയാ വെഡിങ് അങ്ങനെയൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ഈ ഒരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് യോക്കിന്റെ ഭാഗത്ത് വരുന്നത്. ആൻഡ് ഇത് കുറച്ച് ചുളുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് നേരെ എടുത്തു വെച്ചതാണ്, അയൺ ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു വർക്കാട്ടോ വരുന്നത്. ആൻഡ് കൈന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, ഈ ഒരു അറ്റത്തായിട്ട് ഇതുപോലത്തെ ഒരു സിൽവർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു യോക്ക് പോർഷനിലും ഈ ഒരു കൈയിന്റെ ഭാഗത്തും മാത്രമായിട്ടാണ് വർക്ക് വരുന്നത്. ഈ ഒരു വർക്ക് തന്നെ അത്യാവശ്യം നല്ല ഹെവി ആട്ടോ. അപ്പൊ പിന്നെ വർക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ബോറായിട്ടുണ്ടാവും. ഈ ഒരു വർക്ക് തന്നെ അടിപൊളിയാണ്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി. എനിക്ക് ഈ ഒരു വർക്ക് കണ്ടിട്ടോ മെയിനായിട്ട് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് എടുത്തിട്ടുള്ളത്. ബാക്കി ഫുൾ പ്ലെയിൻ ആണ്. ആൻഡ് ഈ ഒരു ടോപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ അത്ര ഹൈറ്റ് ഉള്ള ആളൊന്നല്ല. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് മേ ബി ഈ ഒരു കുർത്ത സെറ്റിന്റെ ഈ ഒരു കുർത്തിന്റെ ലെങ്ത് ഓക്കെ ആവില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല ലെങ്ത് കുറവാണ്. ഇപ്പൊ ഞാൻ അത്ര ഹൈറ്റ് ഉള്ള ആളല്ല, എന്നിട്ട് പോലും എനിക്ക് ഇതിന്റെ ലെങ്ത് ഭയങ്കര കുറവായിട്ട് തോന്നി. പിന്നെ പൊതുവെ നമ്മൾ ഹൈറ്റ് കുറവുള്ള ആളുകൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കുർത്തീസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു നീളം തോന്നിപ്പിക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റ് കുറവായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് മാത്രമാണ് എനിക്ക് ഈ ഒരു ടോപ്പിലൊരു ഇത് തോന്നിയിട്ടുള്ളത്. ആൻഡ് പാൻസ് വരുന്നത് ഈ ഒരു സെയിം ബ്ലൂ കളറിലാണ് കേട്ടോ വരുന്നത്. പാൻസ് ഇതാ ഇതുപോലെ ഇലാസ്റ്റിക്കിന്റെ ആണ്. പാന്റിന്റെ അരഭാഗത്ത് വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് ആണ്, രണ്ട് ഭാഗത്തും ഇലാസ്റ്റിക് ആണ് വരുന്നത്. ആൻഡ് താഴെയായിട്ട് സെയിം ആ ഒരു കയ്യിലുള്ള പോലെ തന്നെ കണ്ടോ, അതുപോലത്തെ ഒരു സിൽവർ കളറിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. സിമ്പിൾ ആണ്, പാൻസിന് വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഈ താഴെ വരുന്ന ഒരു വർക്കാണ്. ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ. ദുപ്പട്ട അത്യാവശ്യം സീത്രൂ ആണ്, ഭയങ്കര ഇങ്ങനെ എന്താ പറയാ കട്ടിയുള്ള ക്ലോത്ത് ഒന്നല്ല. പക്ഷെ നോർമലി ഷോളിന് വരുന്ന പോലത്തെ ഒതുക്കമുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ദുപ്പട്ടയിലും സെയിം ആ ഒരു എന്താ പറയാ സിൽവർ കളറിലുള്ള ഡീറ്റെയിലിംഗ്, ഇതുപോലത്തെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഓവറോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു കുർത്ത സെറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെങ്ത് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മുട്ട് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് നിൽക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ലെങ്ത് കുറവാണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറച്ചും കൂടി അവർക്ക് ഭയങ്കര കുറവായിരിക്കും ലെങ്ത്. പിന്നെ ദുപ്പട്ട ഭയങ്കര, നേരത്തെ രണ്ട് കാണിച്ചിട്ടുള്ള ഡ്രസ്സസ് വെച്ച് നോക്കുമ്പോൾ ദുപ്പട്ട എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്വാളിറ്റി ഇല്ല, എന്നാലും ഓക്കെയാണ്. അത്യാവശ്യം നീളം വരുന്നുണ്ട്. ആൻഡ് ലെങ്ത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെക്കാട്ടി കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ഇത്ര ലെങ്ത് മതിയാവില്ല. പിന്നെ നിങ്ങൾ വൺ സൈഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വൺ സൈഡ് ഇടാറുണ്ട്, കൂടുതലും ടു സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ലെങ്ത് ടു സൈഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടുണ്ടാവില്ല. വൺ സൈഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട്. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന വയലറ്റ് ചുരിദാർ ഉണ്ടല്ലോ, ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതിന്റെ ദുപ്പട്ടയും ഇതിന്റെ ദുപ്പട്ടയൊക്കെ വാഷ് ചെയ്യുമ്പോൾ കളർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ കാണിച്ചിട്ടുള്ള റെഡ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വാഷ് ചെയ്യുമ്പോൾ കളർ ഇളകി അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം അത് പറയുമ്പോൾ കോട്ടൺ സെറ്റ് ആണ്, എന്നിട്ട് പോലും കോട്ടൺ എന്ന് വെച്ചാൽ മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ വേറൊരു കൈൻഡ് ഓഫ് കോട്ടൺ ആട്ടോ. നോർമൽ വരുന്ന നമ്മളിങ്ങനെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നായിട്ട് ചുരുങ്ങി പോകുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് കോട്ടൺ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ കഴുകുന്ന സമയത്തൊന്നും ഒട്ടും തന്നെ കളർ വരിക അങ്ങനത്തെ പ്രശ്നമില്ല. ദുപ്പട്ട, ഈവൻ ദുപ്പട്ട പോലും അതിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ രണ്ട്, അതായത് വോയലറ്റിന്റെയും അതുപോലെ തന്നെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ ഒരു ബ്ലൂവിന്റെയും ഷോളും നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ കളർ പോകുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഓരോ വാഷ് കഴിയുന്തോറും ഇതിന്റെ ആ ഒരു വാങ്ങിയ സമയത്തുള്ള കളറിൽ നിന്നും ഇങ്ങനെ കുറച്ച് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കുർത്ത സെറ്റും ലൈറ്റ് ആയിട്ട് കളർ ഇളകുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എനിക്കങ്ങനെ
നിങ്ങളോട് വാങ്ങേണ്ട റെക്കമെൻഡ് ചെയ്യാത്ത ഡ്രസ്സൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെ ഈ ഒരു ലെങ്ത്തിന്റെ കേസ് മാത്രമാണ് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്, ഇതിന്റെ റേറ്റ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. ഈ ഒരു കുർത്ത സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 493 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 500 ബിലോ ആണ് ഈ ഒരു കുർത്താസിന്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതിന്റെ ലിങ്കും ഞാൻ അതുപോലെ തന്നെ കൊടുക്കാം. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ടിന്റെ ലിങ്കും കൊടുക്കാം, നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് പർച്ചേസ് ചെയ്യും. ഫ്ലിപ്കാർട്ടിലും എനിക്ക് തോന്നുന്നു സെയിം റേറ്റ് തന്നെയാണ്, മീഷോന്ന് വരുന്ന ഏകദേശം അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ സെയിം റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന കുർത്ത സെറ്റ് എനിക്ക് കൂടുതൽ എനിക്ക് ആ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുർത്ത സെറ്റാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കളറിലുള്ള, അത് ഈ ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ കൈൻഡ് ഒരു പൗഡർ പിങ്ക് കളർ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ പൗഡർ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കളർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ റോസ് എന്ന് പറയത്തില്ല, ഡാർക്ക് പിങ്ക് കളർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ്. അപ്പോൾ വീനെക്ക് എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വീനെക്ക് ഡ്രസ്സസ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടപ്പോൾ എന്തായാലും ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്, കണ്ടോ. ആൻഡ് ഫുൾ ബാക്കി മൊത്തം കുർത്ത സെറ്റ് വരുന്നത് പ്ലെയിൻ ആണ്. എന്നിട്ട് ഈ പ്ലെയിനിൽ ഇതുപോലത്തെ ചെറിയ ഒരു ഇങ്ങനെ ഒരു വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് പോലെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വർക്ക് ഓവറോള് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിന്റെ സ്ലീവിലും അതുപോലെ നമ്മുടെ കൈയിന്റെ സ്ലീവിൽ വരുന്നത് ഇതുപോലത്തെ ഒരു വർക്കാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സോഫ്റ്റ്നെസ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്ലോത്തും അല്ല, നമ്മുടെ ബോഡിയിലോട്ട് അങ്ങോട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്ലോത്ത് ആണ്. ആൻഡ് കയ്യിൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ വർക്കാണ്. ഇത് ഒരു അറ്റാച്ച്ഡ് പോലെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുണ്ട്, ഇങ്ങനെ ഭയങ്കര കുഴഞ്ഞു കിടക്കുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിലെ വർക്കും അതുപോലെ നെക്കിലെ വർക്കും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് താഴോട്ട് പിന്നെ വേറെ വർക്കൊന്നും വരുന്നില്ല, ഫുൾ പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള കുർത്തയായിട്ടാണ് കേട്ടോ വരുന്നത്. ആൻഡ് ഇതിന്റെ പാൻസ് കാണിച്ചിടാം. നെക്സ്റ്റ് പാൻസ് സെയിം പലാസോ ഒന്നല്ല, പാൻറ് തന്നെയായിട്ടാണ് വരുന്നത്. ആൻഡ് ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് എന്താ പറയാ ഇലാസ്റ്റിക് മോഡലായിട്ടാട്ടോ വരുന്നത്, കണ്ടോ ഇതുപോലെ. ആൻഡ് ഇതിനും പോക്കറ്റ് ഉണ്ട്, അതാണ് എനിക്ക് വേറൊരു കാര്യം ഇതിൽ ഇഷ്ടപ്പെട്ടത്. ആൻഡ് പാൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്, പലാസോ ഒന്നുമല്ല, ഭയങ്കര ടൈറ്റ് ഫിറ്റ് അല്ലാത്ത കുറച്ചൊരു ലൂസ് ആയിട്ട് കിടക്കുന്ന പാൻസ് ആണ്. പലാസോ എന്ന് പറയില്ല, പലാസോ ആകുമ്പോൾ കുറച്ചും കൂടി വീതി വരുമല്ലോ, ഇത് അത്ര വീതി ഇല്ല എങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയി കിടക്കുന്ന പാന്റാണ്. ഞാനിത് വാങ്ങിച്ച സമയത്ത് 573 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു, അപ്പൊ ആ ഒരു റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം 600 സംതിങ് എന്തോ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 600 സംതിങ് ആണെങ്കിലും 700 സംതിങ് ആണെന്നുണ്ടെങ്കിലും ഒരു 800 രൂപ എടുത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം അത്യാവശ്യം നല്ല ക്ലോത്ത് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അടിപൊളി ഒരു പീസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ കളറാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. എനിക്ക് ചില പിങ്ക്സ് ഒന്നും അത്ര ഇഷ്ടമല്ല, അത് പക്ഷെ ഈ ഒരു പിങ്ക് കളർ പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിലും മീഡിയം സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളർ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ. ഇതിന് സെയിം ഇതുപോലത്തെ വർക്കാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുള്ള 3 കുർത്ത സെറ്റിന്റെ ദുപ്പട്ടയിൽ വരുന്ന വർക്ക് ഈ ഒരു സെയിം വർക്കാണ് കേട്ടോ. അതിപ്പോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എന്താ പറയാ ക്ലോത്ത് വരുന്നത് ഇതുപോലത്തെ ഒരു ലൈൻസ് വരുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു ക്ലോത്തിന്റെ ഒരു ഇത് വരുന്നത്. ആൻഡ് ഈ ഒരു ദുപ്പട്ടേന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ദുപ്പട്ടയാണ്. ഇത് ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയല്ല, കുറച്ചൊന്നും ഒരു ഇതായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല കേട്ടോ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഇത് ഇങ്ങനെ കളർ പോകത്തൊന്നുമില്ല. ഞാൻ കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷെ കളറൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല കേട്ടോ വാഷ് ചെയ്യുമ്പോൾ. കൂട്ടത്തിൽ വാങ്ങിച്ചതിൽ വെച്ചിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു കുർത്ത സെറ്റ് കൂടിയാണ്. പിന്നെ ഇത് ബ്രാൻഡ് വരുന്നത് ഗോസ്രിഗയാണ് കേട്ടോ. ഗോസ്രിഗ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അപ്പൊ സെയിം ഞാൻ മീഡിയം സൈസ് ആണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റ് എടുത്തത്. ആൻഡ് ഈ ഒരു കുർത്ത സെറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ കുറച്ച് വണ്ണം വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് മീഡിയം സൈസ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ഓൾട്ടർ പോലും ചെയ്തിട്ടില്ല, കറക്റ്റ് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുർത്ത സെറ്റ്. കൈ വരെ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വെച്ച് തയ്ച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിം സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയാം.
സോ അപ്പൊ അത്രയാണ് ഇന്നത്തെ 4 കുർത്ത സെറ്റ്സ് വരുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ആ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ബൈ.